ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. വിൻശക്തിയാലെ നിത്യവും, വിൻശക്തിയാലെ നിത്യവും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. മാറുവാനാവതില്ലിനി ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. മാറായുണ്ടി മരുവതിൽ സാരമില്ല, മാറായൻ നാഥനാമേശു. മാറാത്ത വാക്കു തന്നാൽ മാറുമോ ആയവൻ, മാറാത്ത വാക്കു തന്നാൽ മാറുമോ ആയവൻ. മാറാ മധുരമാക്കിടും, മാറാ മധുരമാക്കിടും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങൾ ഏറി വന്നാലും. വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ, ഈശാനമൂലനേറുന്നേ. ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും. വിശ്വാസനായക പ്രിയ, വിശ്വാസനായക പ്രിയ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങൾ ഏറി വന്നാലും. നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം, വിശ്വാസപ്പോരിൽ നിൽക്കുവാൻ. പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം. വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങൾ ഏറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങൾ ഏറി വന്നാലും. ദൈവമാകുന്ന കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ സമയം കർത്താവിൻ്റെ പാദപീഠത്തിൽ അടിയങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവികമായ നടത്തിപ്പും കാവലും ഞങ്ങളുടെ മേൽ വരേണ്ടതിന് വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഈ ദിനം ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം. ക്രിസ്തുവേശുവിലൂടെ യാചന കേൾക്കണമേ പരിശുദ്ധ പിതാവേ. ആമേൻ, ആമേൻ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് ലൈവ് ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യമായതിനാൽ സ്വാഭാവികമായും വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ ഇടുകയാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കേണ്ടുന്ന വാക്യം. ഇപ്രകാരമാണ്: സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ദൈവവചനത്തെക്കുറിച്ച് ആഴമേറിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ദൈവവചനത്തെ കിട്ടുന്നവർക്ക് അത് ജീവനാണ്, അത് സർവ്വദേഹത്തിനും സൗഖ്യമാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം അതിനോട് അടുത്ത ബന്ധത്തിൽ തന്നെ പറയുന്ന മറ്റൊരു വാക്യമാണ്:
സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ദൈവവചനത്തെ കുടിയിരുത്തുവാനുള്ള ഇടം എന്നുള്ള നിലയിലാണ് പലപ്പോഴും ഹൃദയം എന്നുള്ള പദം വേദപുസ്തകത്തിൽ ഉപയോഗിക്കുക. ഹൃദയം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരിക്കൽ പറഞ്ഞതുപോലെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഓരോ മനുഷ്യൻ്റെയും ഹാർട്ട് എന്നുള്ള അർത്ഥത്തിലല്ല വാസ്തവത്തിൽ വേദപുസ്തകം ഉപയോഗിക്കുക. പിന്നെയോ നമ്മുടെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ചിന്തകളുടെയും കേന്ദ്രമായ ബൗദ്ധികമായ തലത്തിൽ നമ്മുടെ ചിന്താശേഷിയെ, നമ്മുടെ നമ്മുടെ ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ട് വേണം ഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹൃദയത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പലപ്പോഴും നമുക്കറിയാം മനുഷ്യൻ ഒരു വികാര ജീവിയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ വികാരങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ചിന്തകളും തോന്നലുകളും വികാരങ്ങളും അങ്ങനെ എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം വാസ്തവത്തിൽ ഹൃദയം എന്നുള്ള ആ അവസ്ഥയിലാണ്. അല്ലെങ്കിൽ മനസ്സിൽ നിന്നാണല്ലോ സകലവും വരുന്നത്. അപ്പോൾ ചിന്തകളുടെ ആരംഭം തന്നെ ദോഷമുള്ളതാകാതിരിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ തിരുവചനം പറയുന്നത്, നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക. ഇവിടെ പറയുന്നത് സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. നമ്മുടെ മനസ്സ് നമ്മിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ, ദൈവത്തിൽ നിന്ന് മനസ്സ് അകന്നു പോയാൽ, പിന്നെ ജീവിതത്തിൽ വരുന്നത് വലിയ ആപത്തുകളായിരിക്കുമെന്ന് തന്നെയാണ് തിരുവചനം പറയുന്നത്. അത് ചിന്തയാകട്ടെ, വൈകാരികമായ പ്രകടനങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ദൈവത്തിൽ നിന്ന് അകന്ന ഒരു ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അതെപ്പോഴും മറ്റുള്ളവർക്ക് വേദനാകരമായിരിക്കുമെന്നത് തന്നെയാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലൊരു വികാരം വരുമ്പോൾ, ഒരു വിചാരം വരുമ്പോൾ, ഒരു തോന്നൽ വരുമ്പോൾ ആ തോന്നലിനെ ദൈവത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ചിന്ത ദൈവികമാണോ എന്ന് വിലയിരുത്തി നമ്മൾ മുൻപോട്ട് പോയില്ലെങ്കിൽ പ്രിയരെ, അത് നമ്മെ ദൈവത്തിൽ നിന്ന് വളരെ ദൂരം മാറ്റിക്കളയുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന്. സാധാരണ ഈ ഒരു പറച്ചിൽ പറയുന്നത് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ കുറിച്ച്. ഉറക്കമില്ലാതെ ആയുധം കൃത്യമായി റെഡിയാക്കി വെച്ചോണം, എപ്പോൾ വേണമെങ്കിലും ശത്രു വരാം എന്നുള്ള ആ ഒരു ചിന്ത. സകല ജാഗ്രത, ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർവോടുകൂടി എന്നുള്ള അർത്ഥത്തില്ല. അശ്രദ്ധമായിട്ട് ഇരിക്കാൻ പാടില്ല. ഹൃദയത്തിൽ വേണ്ടാത്തൊരു തോന്നലുണ്ടായി, ആ തോന്നല് കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിടാൻ പാടില്ലെന്ന്. തെറ്റായ ഒരു ചിന്തയാണെങ്കിൽ അതിനെ ആ നിമിഷം തന്നെ പൂർണ്ണമായി പരാജയപ്പെടുത്തി കളഞ്ഞില്ലെങ്കിൽ പ്രിയരെ, പല ചിന്തകളും നാളെ പ്രവർത്തനങ്ങളിൽ നമ്മളെ എത്തിക്കുകയും ആ പ്രവർത്തനങ്ങൾ നാളെ നമ്മുടെ ജീവിത പരാജയത്തിന് കാരണമായി തീരുകയും ചെയ്യുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് സകല ജാഗ്രതയോടും, വേണ്ടാത്തൊരു തോന്നൽ പോലും നമ്മുടെ മനസ്സിൽ വന്നാൽ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന ഇൻറ്റിമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സൂചനകൾ വഴി പല ചിന്തകളും നമ്മുടെ മനസ്സിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലേ? നമ്മളൊക്കെ അങ്ങനെ വേണ്ടാത്ത എത്രയോ കാര്യങ്ങൾ ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഉദാഹരണം, വെറുതെ ഒരാൾ നമ്മളോട് പറഞ്ഞാൽ മതി, ഇപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ ഏറെ സ്നേഹിക്കപ്പെടുന്ന, ഏറെ അംഗീകരിക്കപ്പെടുന്ന, ഞാൻ ഏറെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനങ്ങനെ ചിന്തിക്കുകയാണ്. എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, അയാൾക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അയാൾ എന്നെ അങ്ങനെ പറഞ്ഞത്. ആ ഒരു ചിന്ത എന്നിൽ കിടന്നാൽ അത് വൈരാഗ്യത്തിന് കാരണമാകും. അത് പിന്നെ ലാസ്റ്റ് ഏത് അവസ്ഥയിൽ ചെന്ന് നിൽക്കുമെന്ന് നമുക്കൊരു അറിയില്ല. അപ്പോൾ വേണ്ടാത്ത ഒരു വികാരമോ വിചാരമോ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വരാനായിട്ട് വളരെ സാധ്യതയുള്ള ഒരു ലോക സാഹചര്യം ആയതുകൊണ്ടാണ് പറയുന്നത് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. നിന്റെ ഹൃദയം തെറ്റായ കാര്യങ്ങളിലേക്ക് നിന്റെ ചിന്തയെ വലിച്ചുകൊണ്ടുപോയാൽ, അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യത്തിൽ നിന്ന് തെറ്റായ ഇൻറ്റിമേഷൻസ്, സൂചനകൾ നിനക്ക് ലഭിക്കുമ്പോൾ നീ ദൈവത്തിൽ നിന്ന് അകന്ന് മറ്റു പല ചിന്തകളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയരെ, എല്ലാ പ്രവർത്തനങ്ങളുടെയും ആരംഭം ചിന്തയാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നേരായ ചിന്തകൾ, തെറ്റായ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരാം. അതുകൊണ്ട് ജാഗ്രതയോടെ ഹൃദയത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർത്ത് വെച്ച് ഹൃദയത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ തെറ്റുകൾ വരുന്നത്, കുറവുകൾ വരുന്നത്, പാപങ്ങൾ വരുന്നത് ദൈവത്തിൽ നിന്ന് അകന്ന ഹൃദയത്തിലേക്കാണ് എന്ന് തിരുവചനം പറയുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ മനസ്സ് അകന്നു പോയി കഴിയുമ്പോൾ പിന്നീട് ദൈവമല്ല അവിടെ ആലോചനകൾ നൽകുന്നത്, നിയന്ത്രണം നൽകുന്നത് ദൈവത്തിനെതിരെ നിൽക്കുന്ന ശക്തിയായിരിക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ആ ശക്തി വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ തകർക്കാനായിട്ടുള്ള ചിന്തകൾ, നമ്മുടെ ജീവിതത്തെ ബലഹീനമാക്കാനുള്ള ചിന്തകൾ, ബന്ധങ്ങളില്ലാതാക്കാനുള്ള ചിന്തകൾ, ഇങ്ങനെ ഒരു വിധത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ വലിച്ചു കൊണ്ടുപോകും.
ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരു വീഡിയോയിൽ ആരോ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഒരു 3-4 കുഞ്ഞുങ്ങൾ കൂടി, കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 10, 14, 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അവർ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കഞ്ചാവ് ഉപയോഗിച്ചതിന് ശേഷം അവരുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ ഇങ്ങനെ ഇവർ ചെയ്യുന്നതിനെക്കുറിച്ച് മാതാപിതാക്കളോട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഈ 3-4 കുട്ടികൾ ചേർന്ന് ഒരുമിച്ച് ഈ ഒരു പയ്യനെ പുറകോട്ട് കൈ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അടിക്കുക എന്ന് പറഞ്ഞാൽ ചെവിക്കടെ ചോര വരുന്നു, മൂക്കടെ ചോര വരുന്നു. അവർക്കത് പ്രശ്നമാകുന്നില്ല. ഒറ്റ കാര്യമാണ്, ഈ ചെയ്യുന്ന കാര്യം മാതാപിതാക്കളോട് പറഞ്ഞതിൻ്റെ പേരിൽ മാതാപിതാക്കൾ ഈ കുട്ടികളെ സ്വാഭാവികമായിട്ടും ശിക്ഷിച്ച് കാണാം. അതിൻ്റെ വൈരാഗ്യം തീർക്കുന്നതാണ് ഒരു പയ്യനെ വിളിച്ചിട്ട് അവനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. അപ്പോൾ നോക്കിക്കേ, ചിന്ത മാറിപ്പോയത് കണ്ടോ? ഇങ്ങനെയെങ്കിലും ഈ തെറ്റിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോകാൻ വേണ്ടി കിട്ടിയ ഒരു അവസരമാണ് മാതാപിതാക്കളുടെ ശാസന എന്ന് കാണാതെ, അല്ലെ, അപ്പൻ വഴക്ക് പറയുന്നത്, അമ്മ വഴക്ക് പറയുന്നത്, മറ്റൊരാൾ ഉപദേശിക്കുന്നത് അതെൻ്റെ ഗുണത്തിനാണ് എന്ന് ചിന്തിക്കാതെ അത് അവരെന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണെന്നുള്ള മനോഭാവത്തോടു കൂടി പെരുമാറാൻ പറ്റുന്ന മനസ്സുകൾ ഇന്നത്തെ കാലം എന്താണ്? നിങ്ങളും ചിന്തിച്ചു നോക്കി. ആർക്കും ആരെയും ഉപദേശിക്കാൻ കൊള്ളത്തില്ല. ദൈവാലയങ്ങളിലെ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു മോനോട് അല്ലെങ്കിൽ ഒരു മോളെ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമൊക്കെ എന്നേ മാറിപ്പോയി. സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇന്ന് ഭയങ്കര വേദനയാണ്, പേടിയാണെന്നാണ് പറയുക. കാരണം കുഞ്ഞുങ്ങൾ ഇന്ന് അധ്യാപകർക്ക് എതിരായി നിന്ന് സംസാരിക്കുന്ന ഇടപെടുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആരോഗ്യപരമായ ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുൻപിൽ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ തിരുവചനം പറയുന്ന സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. തെറ്റായ ചിന്ത അതിൽ വന്നാൽ അന്നേരം തന്നെ അതിനെ നിയന്ത്രിക്കാൻ ദൈവസഹായം നീ തേടണം. നേരായ ചിന്തകൾ നമ്മളിലേക്ക് വരുന്ന എപ്പോഴും ദൈവവചനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധപ്പെട്ടാണ്. ദൈവത്തിൽ നിന്ന് അകലുന്ന മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ വരുമെന്ന് നമുക്കറിയില്ല. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ചത്തേക്കാം എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ വീട് വിട്ടങ്ങ് ഒളിച്ചു പോയേക്കാം. എത്രയോ കുഞ്ഞുങ്ങളാണ് ഭർത്താവിനെ വിട്ടിട്ട് ഭാര്യ ഒളിച്ചോടുന്നു, ഭാര്യ വിട്ടിട്ട് ഭർത്താവ് ഒളിച്ചോടുന്നു. ചിന്തകളാണ്. ആ ചിന്തകളുടെ ആരംഭം തന്നെ അതിനെ നിയന്ത്രിക്കാൻ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു, അല്ലേ? എത്രയോ അല്ലേ? സ്നേഹം നടിച്ച് കർത്താവിനെ ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുത്ത യൂദാസിനേക്കാളും എത്രയോ വലിയ യൂദാസുകളാണ് ഇന്ന് മനുഷ്യന്റെ മനസ്സിലിരിക്കുന്നത്. സ്നേഹമെന്ന് പറയുന്ന ഒരു നടിപ്പായി തീർന്നു കഴിഞ്ഞു. സ്നേഹമെന്ന് പറയുന്നത് ഒരു അഭിനയമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിനുള്ളിൽ ആത്മാർത്ഥം നഷ്ടപ്പെട്ടിട്ട് സ്നേഹത്തിൻ്റെ യഥാർത്ഥ ദൈവികതയൊക്കെ കൈവിട്ടു പോയി കഴിഞ്ഞു. എവിടെയും ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ ശരിയാണ്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ശരിയാണ്, എല്ലായിടത്തും അഭിനയത്തിൻ്റെ ഒരു കാലത്തിലേക്കാണ് പ്രിയരെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിന്റെ ഹൃദയം ദൈവത്തോട് ചേർത്ത് സകല ജാഗ്രതയോടും കൂടി അത് സൂക്ഷിച്ചു കൊള്ളണം. വേണ്ടാത്തൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ അനുവദിക്കാൻ പാടില്ല. ജാഗ്രതയോടുകൂടി ആ ചിന്ത പിന്നീട് വാക്കുകളായി പുറപ്പെട്ടു വരും. ആ വാക്കുകൾ പിന്നീട് പ്രവൃത്തികളാകും. അത് വലിയ ദോഷത്തിന് കാരണമായി തീരാനായിട്ടിടയാകും. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ചിന്തകളെ നിയന്ത്രിക്കാനും, ചിന്തകളെ നിയന്ത്രിച്ച വചനത്തോടുള്ള ബന്ധത്തിൽ ചിന്തകളെ പ്രവൃത്തികളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ദൈവികത ഉൾക്കൊള്ളുന്ന അവസ്ഥയാകണമെന്ന് സ്വയം നിയന്ത്രിക്കാനും ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനത്തിൽ തമ്പുരാന്റെ ഇടപെടൽ നമ്മോടൊപ്പം അതിശക്തമായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. പ്രിയ, നാളെ നമുക്ക് വീണ്ടും ലൈവിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഈ ദിനത്തിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് ആമേൻ വ്യാഴാഴ്ച ദിനമാണ്. നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ ദേശത്തിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ അധിവസിക്കുന്ന ദേശം ഏതുമാകട്ടെ, ആ ദേശം അല്ലെങ്കിൽ ആ പഞ്ചായത്ത്, ആ ജില്ല, അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലാണ് വസിക്കുന്നെങ്കിൽ കേരള സംസ്ഥാനം 14 ജില്ലകൾ നമുക്കുണ്ട്. 14 ജില്ലകൾക്കും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, നമ്മെ ഭരിക്കുന്ന ആളുകൾ, പഞ്ചായത്ത് മെമ്പർമാർ മുതൽ മുൻപോട്ടുള്ള ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളുകൾ, നമ്മുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അങ്ങനെ പൊതുജന പ്രയോജനത്തിനായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സകല ഗവൺമെൻറ് സംവിധാനങ്ങളും കുറ്റമറ്റതായി തീർന്ന് ജനങ്ങൾക്ക് സേവനം ചെയ്യുവാൻ അതിൽ ഉദ്യോഗസ്ഥർ ദൈവികമായ ഇടപെടലിനാൽ സമാധാന ബുദ്ധിയുള്ളവരായി തീരുവാൻ, അഴിമതികൾ ഇല്ലാതെയായി തീരുവാൻ, സ്വജനപക്ഷപാതം ഇല്ലാതായി തീരുവാൻ, എല്ലാവർക്കും തുല്യമായ നീതി കിട്ടുവാൻ, ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒക്കെ അവസ്ഥയിൽ, ലിംഗത്തിൻ്റെ വ്യത്യാസത്തിൽ നീതി നിഷേധിക്കപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ ദൈവമേ സമാധാനപൂർണ്ണമായ ഒരു അനുഭവത്തെ ദൈവം തമ്പുരാൻ ഞങ്ങളുടെ ദേശത്ത് തരണമേ, രാജ്യത്ത് തരണമേ എന്നോർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി വാക്കുമാറാത്തവനായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളും വികാര വിചാരങ്ങളും എത്രയോ വ്യത്യസ്തങ്ങളാണ്.
എന്നാൽ ദൈവത്തോട് ചേർത്ത് ഞങ്ങളുടെ ചിന്തകളെ, വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാനുള്ള പക്വത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരണേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അധിവസിക്കുന്നുവെന്ന് തിരുവചനം പറയുമ്പോൾ ഞങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുക എന്ന് തന്നെയാണല്ലോ അങ്ങ് അർത്ഥമാക്കുന്നത്. കാട് കയറി ചിന്തിക്കാനോ, വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി തെറ്റായ പ്രവൃത്തികളിലേക്ക് പോകാനോ ഒരിക്കലും ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ സമ്മതിക്കില്ലേ കർത്താവെ. ഞങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കാൻ, നേരായ കാര്യങ്ങൾ മാത്രം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട മനസ്സുകൾ ഞങ്ങൾക്കുണ്ടായി വരേണ്ടതിന് കർത്താവ് ഞങ്ങളുടെ വികാരങ്ങൾ ദൈവത്തോട് ചേർത്ത് വെച്ച് തന്നെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്ന ഒറ്റ കാര്യം പോലും ഞങ്ങളിൽ വരാതെ വണ്ണം ദൈവം തമ്പുരാൻ ഞങ്ങളെ നിയന്ത്രിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ പലപ്പോഴും എടുത്തിയാടി പല വാക്കുകൾ പറയുമ്പോൾ, എടുത്തിയാടി പല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, വികാരത്തിന് അടിമപ്പെട്ട് ഒരുപക്ഷെ വേണ്ടാത്ത ചിന്തയിലേക്ക് ഞങ്ങളുടെ മനസ്സ് പോകുമ്പോൾ ദൈവത്തോട് ചേർത്ത് ഞങ്ങളുടെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ ദൈവമേ സഹായിച്ചാലും പല സാഹചര്യങ്ങളും ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ചിന്തകൾ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളാണ്. എന്നാൽ ഞങ്ങളതിൽ വീണു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവെ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലൈവ് പ്രാർത്ഥനയിൽ എൻ്റെ ഈ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ എല്ലാ ദിനങ്ങളിലും പങ്കെടുക്കുന്ന ആളുകളെ ദൈവകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരാകുന്ന ഇടത്ത് സർവശക്തനായ ദൈവം അവരെ താങ്ങണം. വ്യക്തിപരമായി, കുടുംബമായി കർത്താവെ നിന്നാൽ ബലപ്പെട്ടവരായി അവർ തീരുവാൻ സഹായിച്ചാലും ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വ്യത്യസ്തമായ വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും ചിന്തകളൊക്കെ ഉണ്ടപ്പാ. എന്നാൽ അതിന് നടുവിൽ ഉയർത്തെഴുന്നേറ്റ ദൈവത്തിൻ്റെ അതിശക്തമായ നിയന്ത്രണം അവരുടെ മനസ്സിലുണ്ടാകേണ്ടതിന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലത് മാത്രം ചിന്തിക്കട്ടെ, ഉയർത്ത ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കട്ടെ. എന്ത് നിരാശകൾ ജീവിതത്തിൽ വന്നാലും അതിനെ നോക്കാതെ പ്രത്യാശയുടെ ദൈവത്തെ നോക്കിക്കൊണ്ട്, ഉയർത്ത ദൈവത്തെ നോക്കിക്കൊണ്ട്, കാൽവരിക്കുരിശിൽ മരിച്ചുയർത്ത് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും വരുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ ദൈവമേ സഹായിക്കണമേ. ഒരു ചെറിയ ചിന്ത പോലും അനാവശ്യമായത് വെച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ അനുവദിക്കല്ലേ കർത്താവെ. അവയെ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ധൈര്യമായി മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഈ ദിനത്തിൽ മുഴുവൻ നിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങൾ അധിവസിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണം കർത്താവ്. ഞങ്ങൾ അധിവസിക്കുന്ന ഇടുക്കി ജില്ലയെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന പീരുമേട് ദേശത്തെ കർത്താവെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവെ കേരള സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളെയും ഓർക്കുന്നു. ഈ ലൈവ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവെ അടിയങ്ങളുടെ സഹോദരങ്ങളായി അധിവസിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദേശങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രസിഡന്റിനെ, പ്രധാനമന്ത്രിയെ, താവെ ഞങ്ങൾക്ക് ഭരിക്കുവാനായി ജനാധിപത്യ രീതിയിൽ വന്നിട്ടുള്ള എല്ലാ നേതൃത്വത്തെയും, ഗവൺമെൻറ് സ്ഥാപനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ കർത്താവെ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരിലും ദൈവസാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്ന കർത്താവെ, എല്ലാവരും നിന്നാൽ ബലപ്പെടുവാൻ സഹായിക്കണമേ. കർത്താവെ, നാളെ അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ പാദത്തിൽ വരുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം, ബലപ്പെടുത്തണം. ഇന്നത്തെ ജീവിത വഴിയിൽ മുഴുവൻ അങ്ങ് കൂടെ ഇരിക്കണം. സകല മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് ക്രിസ്തുവേശുവിലൂടെ യാചിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം. തിരുവിഷ്ട സ്വർഗത്തിലെ പ്രഭുവിനാണ്. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷ കടത്താ ദുഷ്ടത്തെ ഞങ്ങളെ വിടുവിക്കണം. രാജ്യവിശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാവുന്നുവല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നാളെ രാവിലെ 5:45 എന്ന ലൈവിൽ വരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ.